നമുക്ക് തഹിനി സോസ് ചേർക്കാതെ എങ്ങനെ ഹമ്മൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു അറബിക് ഡിപ്പാണ് ഹമ്മൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു ഹമ്മൂസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തഹിനി സോസിൻ്റെ വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ തഹിനി സോസ് ചേർത്തിട്ടും ചേർക്കാതെ നമ്മൾ ഹമ്മൂസ് ഉണ്ടാക്കാറുണ്ട്. രണ്ടും വേറെ വേറെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തഹിനി സോസ് ചേർക്കാതെ എങ്ങനെ ഹമ്മൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ്. അത് ഒരു 6 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലെ നല്ല പോലെ വെന്ത് വരണം. അപ്പോൾ ഇത് ഏകദേശം ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് കടല ഒരു 6 മണിക്കൂർ കുതിർത്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തഹിനി സോസിന് പകരമായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് എള്ളാണ്, വെളുത്ത എള്ള്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്ത എള്ളാണ് കേട്ടോ. അതിപ്പോൾ ഏകദേശം 1 കപ്പ് കടലയ്ക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. പിന്നെ കടല വേവിച്ച വെള്ളമാണിത്. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ കടലയൊക്കെ അല്ലേ കഴിക്കണത്, അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വെളുത്തുള്ളി സഹായിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്താൽ. അപ്പോൾ ഏകദേശം ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണം വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വറുത്ത എള്ളും കൂടെ ചേർക്കാം. കൂടെ നമുക്ക് നമ്മൾ വേവിച്ച കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ ആദ്യം ഒരു പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ബാക്കി പകുതിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടലയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പുളിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ ലെമൺ ജ്യൂസ് ചേർക്കാം, അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എണ്ണയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിലാണ് ഇതിലേക്ക് സാധാരണ ചേർക്കാറുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒലീവ് ഓയിൽ ഇല്ലയെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട, ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഒട്ടും ഫ്ലേവർ ഇല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് എണ്ണ ചേർക്കും തോറും ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആ വേവിച്ചെടുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ ചേർക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചേർക്കും തോറും നല്ല ഫ്ലഫി ആയിട്ട് വരും. നമ്മൾ എന്താ പറയുക, മയനൈസൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ കടല വേവിച്ച വെള്ളമാണല്ലോ എടുത്തത്. അത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി കടല വേവിച്ച വെള്ളം വേണമെന്നൊന്നുമില്ല, സാധാരണ വെള്ളം, നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കടല വേവിച്ച വെള്ളത്തിന് പകരമായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഹമ്മൂസൊക്കെ ഇതുപോലെയാണ് ഒന്ന് എന്താ പറയുക സെർവ് ചെയ്യുക. ആദ്യം കുറച്ച് ഹമ്മൂസ് എടുത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് അല്പം ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്ത കുറച്ച് കടലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.